ഹായ്, എല്ലായിടത്തും ഓണാഘോഷങ്ങൾ നടക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് സ്റ്റാറ്റസ് എവിടെ നോക്കിയാലും ഓണത്തിന്റെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ് അല്ലേ. ഇവിടെ ഏറ്റവും സ്ട്രെസ് ഫ്രീ അല്ലെങ്കിൽ ഏറ്റവും ടെൻഷൻ ഇല്ലാതെ ഏറ്റവും കൂളായിട്ട് ഓണം ആഘോഷിക്കുന്നത് ആരാന്നറിയോ? ഗവൺമെന്റ് എംപ്ലോയീസ്. ജനറലി സ്പീക്കിംഗ് അവരാണ്. കാര്യം അവർക്ക് സെയിൽസിന്റെ പ്രഷർ ഇല്ല, ഓണം ടാർജറ്റുകൾ അങ്ങനെ ഇല്ല. ചില കമ്പനികളിലുണ്ട്, കമ്പനി ബോർഡുകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ജനറലി സ്പീക്കിംഗ് ബഹുഭൂരിപക്ഷത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് ബോണസ് കിട്ടുന്നു അല്ലെ, അവധിയുണ്ട്, പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവർ അടിച്ച് പൊളിക്കുകയാണ് ഓണം. ഏറ്റവും ടെൻഷൻ ഉള്ള ആൾക്കാരാണ്? അത് ഈ ഗവൺമെന്റ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് ആണ് അല്ലെ. അവർക്ക് ഓണം ആഘോഷിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള സമയമില്ല, എക്സാംസും വരുന്നു. അപ്പൊ കൺഫ്യൂസ്ഡ് ആണ്, എക്സാമിൽ നിന്ന് പഠിക്കണോ ഓണം ആഘോഷിക്കണോ, അതോ ഓണം ആഘോഷിക്കണോ എക്സാംസിൽ നിന്ന് പഠിക്കണോ? ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. ഓണം എല്ലാ വർഷവും വരും, പോവും. പക്ഷെ നിങ്ങൾ ഇപ്പൊ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത വർഷത്തെ ഓണാഘോഷം നിങ്ങൾ ഒരു ആസ്പിറന്റ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള രീതിയിൽ ആയിരിക്കരുത് ആഘോഷിക്കേണ്ടത്. നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് എംപ്ലോയി, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കണം 2026 ഓണാഘോഷം. അത് ഇന്ന് തന്നെ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ നമുക്കിരുന്ന് പഠിക്കാനുള്ളൊരു ഊർജം കിട്ടും. ഓരോ ഓണത്തിന്റെയും എന്താ പറയാ മെസ്സേജ് അത് തന്നെയാണ് അല്ലെ. കാർഷികോത്സവമാണ്, വിളവെടുപ്പ്. എത്ര വലിയ വിളവ്, എത്ര വലിയ ഹാർവസ്റ്റ് ആയാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആദ്യത്തെ ആ ഒരു സീഡ്, വിത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ ഓണത്തിന് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വിജയത്തിന്റെ വിത്ത് പാവുക. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഫ്രീ മെറ്റീരിയൽസ് നമ്മുടെ യൂട്യൂബ് ആൻഡ് ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടും. ടെലിഗ്രാം ചാനൽ ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു യാത്രയല്ല, ഒരു PSC ആസ്പിറന്റിൽ നിന്നും PSC ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ PSCയിലെ റാങ്ക് ഹോൾഡറിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ ഓണത്തിന് ഞങ്ങളുടെ ഓൾറെഡി അഫോർഡബിൾ കോഴ്സസിനകത്ത് ഫർദർ ഡിസ്കൗണ്ട് വിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ജനറൽ PSC ബാച്ച് ഫ്രീ ആയിട്ട് തരാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓഫറിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. നമുക്കിനി വരാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട എക്സാംസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെ. അതിനോടൊപ്പം വരാൻ സാധ്യതയുള്ള പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പൊ ഇത്തരം എക്സാംസിനൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചുകളാണ് നമുക്കുള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് ഒൺലി ബാച്ച് ഉണ്ട്. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പ്രിലിംസ് പ്ലസ് മെയിൻസും പ്രിലിംസ് ഒൺലി ബാച്ചും അതിനുണ്ട്. ഇവിടെ ഈ 2 ബാച്ചുകൾ 2026 എക്സാംസിന് വേണ്ടി 2 ബാച്ചുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ PSC ബാച്ച് തികച്ചും സൗജന്യമായി ലഭിക്കും. അതായത് 10th plus 2 ലെവൽ പരീക്ഷകൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ബാച്ചാണ് ജനറൽ PSC ബാച്ച്. അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഓഫർ അവൈലബിൾ ആവുക. ഇനിയിപ്പോൾ നമുക്കൊരു 10-30 സീറ്റുകൾ ബാക്കി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഫീസിൽ ഒരു വലിയൊരു കുറവ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇത് ലിമിറ്റഡ് ടൈം ഓഫറാണ്. 3499 എന്നുള്ള എമൗണ്ടിൽ നിന്നും 2999 മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് ആവുക. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ബാച്ചുകളിലും നമുക്ക് പ്രിലിംസ് ഒൺലി ബാച്ചിനും 500 rupees ഡിസ്കൗണ്ട് ഉണ്ട്. പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ചിനും ഏകദേശം 500 കൂടുതൽ രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ബാച്ചിനകത്ത് ഏതെടുത്താലും നിങ്ങൾക്ക് അടുത്ത ജനറൽ PSC എക്സാംസിനും തയ്യാറെടുക്കാൻ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ ഈ ബാച്ച് തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സാം വരുന്ന ആൾക്കാർ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഉടനെ ഉണ്ടല്ലോ, അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് ബാച്ചുകൾ അവൈലബിൾ ആണ്. ഫുൾ ബാച്ചും അവൈലബിൾ ആണ്. നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദയവായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അത് അറിയിക്കാം. ഇതിനകത്തൊരു അഡീഷണൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേസ് ബൈ കേസ് ബേസിസിൽ. അപ്പൊ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ എക്സാം അടുത്ത് സമയമുള്ളൂ. അപ്പം നിങ്ങൾ സത്യസന്ധതയോടെ തന്നെ പറയാം, നിങ്ങൾക്ക് ഇനി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു ഫർദർ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ബാച്ചുകളുടെ ഏകദേശം ഡീറ്റെയിൽസ്. ഞാൻ ആദ്യം പറഞ്ഞത് മറക്കണ്ട, ഓണം എല്ലാ വർഷവും വരും, പോകും. പക്ഷേ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇത്തരത്തിലുള്ള എക്സാംസ് ഇത് വല്ലപ്പോഴുമാണ് വരിക. ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം വഴി നടക്കാൻ സാധ്യതയുള്ളത്. LDSയേക്കാൾ നിയമനം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. കാര്യം നിങ്ങൾ ഒരു ആസ്പിറന്റ്, ഇപ്പൊ നിലവിൽ ആസ്പിറന്റ് ആണ്, നിങ്ങൾ ആവാൻ പോകുന്ന ഒരു PSC ഉദ്യോഗസ്ഥനാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു ബ്ലോക്കേജ് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ, തീരുമാനമാണ്. എന്ത് തീരുമാനമാണ്? പഠിക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനം. നിങ്ങൾ കോഴ്സ് എടുത്തിട്ട് പഠിക്കുന്നതാണെങ്കിൽ, സെൽഫ് സ്റ്റഡി ആണെങ്കിൽ, പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു തുടങ്ങുമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തും. ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുക.
സോ ഇപ്പം തന്നെ കമന്റ് സെക്ഷനിൽ അഫേം ചെയ്യുക, പഠിക്കും എന്ന് ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഓണം അത്തരത്തിൽ പുതിയൊരു തുടക്കത്തിന്റെ ഓണമാകട്ടെ. എല്ലാവരും ലക്ഷ്യം കാണുന്ന സ്ഥാനത്തേക്ക് 2026 എത്തിയിരിക്കണം. സോ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.